നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി. മൊത്തം എല്ലാവരും ഒരു ഫൺ മൂഡായിരുന്നു. ആകെ എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. അതിനിടയിൽ നീലാംബരിയുടെ ചുണ്ടിലെ മുറിവിൽ ചില പയ്യന്മാരൊരു കള്ളച്ചിരിയോടെ നോക്കി. എങ്ങനെയാവും ചുണ്ടിൽ ഇത്ര കൃത്യമായിട്ട് മുറിവുണ്ടായതെന്നാണ് അവരുടെ സംശയം. നിലു, എന്തു പറ്റിയാ? നിന്റെ ചുണ്ടെങ്ങനെ മുറിഞ്ഞാടാ? എന്നാലും ചോദിക്കണമെന്ന് കരുതിയതാ. നോക്കി നിലു, എല്ലാവരും നിന്നെ തെറ്റിദ്ധരിക്കുക. അതിന് മാത്രം ഒന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധാരണ മാറിക്കിട്ടും. അശ്വിൻ സായിയായിട്ട് നിലയോട് ചോദിച്ചു പോയി. നില എന്തോ പറഞ്ഞു തുടങ്ങിയ കാവ്യ ഇടയിൽ കയറി. അതെ, ഇന്നലെ ബോയ് ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിരുന്നു. എൻഗേജ്മെന്റ് ഒക്കെ ആയതല്ലേ, ഇവരൊന്ന് കറങ്ങാൻ പോയതാ. അപ്പ എങ്ങനെയോ പറ്റിയതായി മുറിവ്. അല്ലേടി, പിന്നെ തെറ്റിദ്ധരിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ ഇതില്? എൻഗേജ്മെന്റ് ഒക്കെ ആയ സ്ഥിതിക്ക് ഇതൊക്കെ ആവാം അല്ലേ അശ്വിൻ? അശ്വിന്റെ ഭാര്യയും കൗമാരവും എന്തിന് വാർദ്ധക്യം വരെ പകച്ചുപോയി. എൻഗേജ്മെന്റോ? അപ്പൊ നില നീ? അശ്വിൻ എന്തോ പറഞ്ഞു തുടങ്ങിയതും ഓഫീസ് ഗേറ്റ് ആണെന്നൊരു ഫോഴ്സ് ട്രാവൽ അവിടേക്ക് പാഞ്ഞു വന്നു. പിന്നെ അതിൽ കയറാനുള്ള തിക്കും തിരക്കുമായിരുന്നു. ഒരുമാതിരി കല്യാണ വീട്ടിൽ മറുവീടിന് പോണ പോലെ എല്ലാം കൂടി സൈഡ് സീറ്റ് പിടിക്കാൻ ഓടുന്നാണ്ട് ലൂക്ക പറഞ്ഞു പോയി. ഓ ഗോഡ്, ഇവറ്റങ്ങളുടെ മുഖത്ത് മാത്രമല്ല തലക്കകത്തും പൊട്ടിയ. അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു നില വയറിൽ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നു. ലൂക്കയും വിക്രം അവിടെ അടുത്തേക്ക് ഓടി. എന്താടാ, എന്തു പറ്റിയടാ? ലൂക്ക അവിടെ പൊത്തിപ്പിടിച്ച് കൈയെടുത്ത് മാറ്റി. അയ്യോ, ബ്ലഡ്. തിക്കിലും തിരക്കിലും എങ്ങനെയോ വയറ്റിൽ ഇടികൊണ്ടതാണ്. വയറ്റിലുണ്ടായിരുന്ന ചെറിയ മുറിവായിരുന്നെങ്കിലും ഇടി കിട്ടിയപ്പോൾ വീണ്ടും ചോര വരാൻ തുടങ്ങി. ചോര അവളുടെ ടോപ്പും കടന്ന് കൈവളയിൽ പറ്റിയിരുന്നു. അപ്പോഴാണ് കാവ്യ വിൻഡോ വഴി തല പുറത്തേക്കിട്ട് നിലയെ നോക്കിയത്. നീ ആരുടെ വായി നോക്കിക്കുവാ? ദേ സൈഡ് സീറ്റ് ഇട്ടി, ഓടി കേറി വാ. അത് കേട്ടതും വിക്രം കാവ്യ നോക്കി കണ്ണുരുട്ടി. നോക്കി പേടിപ്പിക്കണ്ട, എന്റെ സീറ്റ് ഞാൻ തരില്ല. കാവ്യ വീണ്ടും പറഞ്ഞു. വേദന കടിച്ചമർത്തി നില ഇരുവരുമായി പറഞ്ഞു. നമുക്ക് പോവാം, ഞാൻ കാരണം ലേറ്റ് ആവണ്ട. എന്റെ ബാഗിൽ മരുന്നും ഡ്രസ്സ് ചെയ്യാനുള്ള കോട്ടനൊക്കെ ഉണ്ട്. ലൊക്കേഷൻ എത്തിയിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്തോളാം. നിലയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും സമ്മതിച്ചു. ബസ്സിൽ കയറുന്നതിൽ മുറിവുണ്ടായ സാഹചര്യവും അവൾ വിക്രമിനോട് പറഞ്ഞു. ഓഫീസിലുള്ള ഒരു കുറച്ചുപേർ ഇന്നലെ തന്നെ കാര്യം അറിഞ്ഞിരുന്നു. നില കട്ടിൽ നിന്ന് വീണ കാര്യം കാട്ടുതീ പോലെയാണ് പടർന്നത്. കിരണുമായി നില സംസാരിക്കുന്ന കേട്ട് ഡാലിയാണ് ആദ്യം തീ കൊളുത്തി വിട്ടത്. വണ്ടിക്കകത്ത് കയറിയതും കാവ്യയുടെ തറക്കിട്ട് കൊട്ടാൻ വിക്രം മറന്നില്ല. നിലയുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ കാവ്യക്ക് വിഷമം തോന്നി. നാദു ബംഗ്ലാവിലേക്കുള്ള വഴി വിക്രമാണ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജാൻ സാറിന്റെ വീട്. ആ ഒറ്റക്കാര്യം മതിയായിരുന്നു നീലാംബരിയിൽ വിറയൽ സൃഷ്ടിക്കാൻ. ഇതെന്താ ഇങ്ങനെ? വിറക്കുന്ന കൈവിരലുകളും പിടക്കുന്ന ഹൃദയവും അവൾ സ്വയം ചോദിച്ചു പോയി. ഒരു ദീർഘശ്വാസം എടുത്ത് അവൾ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. നില, എനിക്ക് മനസ്സിലാവാത്തെന്നാ. റിസോർട്ട് മോഡൽ ലൊക്കേഷൻ വേണമെന്നൊക്കെ ജാനു പറഞ്ഞപ്പോ കിരൺ എന്തിനാ അവരുടെ വീട് സെലക്ട് ചെയ്ത്? ഇവർക്ക് റിസോർട്ടിലാണ് താമസം? നില ആ എന്ന പോലെ കൈമലർത്തി. അത് കണ്ട കീർത്തിനെ പുച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റിസോർട്ടൊക്കെ എന്ത്, മാൻഷനൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊരങ്ങൂട്ടം ചക്കപ്പഴം കണ്ട പോലെ എല്ലാം കൂടി ആ വീട്ടിൽ തള്ളിക്കയറരുത്. ഷൂട്ടിങ്ങിന് വേണ്ട സ്ഥലം കിരൺ സാറ് കാണിച്ചു തരും. പിന്നെ എൻ്റെ അങ്കിളാണ് അവിടുത്തെ മാനേജർ. പുള്ളി പറയുന്നതനുസരിച്ച് മര്യാദക്ക് നിന്നോളണം. ചില ലോക്കൽസിനൊക്കെ ആ മാൻഷൻ കാണുമ്പോൾ തന്നെ പുതിയ തന്ത്രങ്ങൾ മെനയാനൊക്കെ തോന്നും. അതും പറഞ്ഞ് കീർത്തന നിലയും കാവ്യയും തറപ്പിച്ചു നോക്കി. കാവ്യ എന്തോ പറയാനായി വായ തുറന്നു. നില അവിടെ കൈക്ക് പിടിച്ച് തടഞ്ഞു. വേണ്ട കാവ്യ. കാവ്യക്ക് പക്ഷെ ഇരിപ്പറക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അത് കേട്ടിട്ടെന്ന പോലെയുള്ള ഡാലിയുടെ വളിച്ച ചിരിയും കൂടിയായപ്പോൾ കാവ്യക്ക് ഹാലിളക്കി. നീ കേട്ടില്ലെന്നില്ല, അവൾ പറഞ്ഞു നമ്മൾ ലോക്കൽസ് ആണെന്ന്. നമ്മളെന്താ വീട് കണ്ടിട്ടില്ലേ? പ്രമാണം ബാങ്കുകാർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ വീട് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. അത് 2 നില. നിന്റെ വീടെന്താ വലുതല്ലേ? നീ ഇപ്പോൾ ഇതുവരെ തുറന്നു കാണാത്ത 10-25 മുറികൾ നിന്റെ വീട്ടിലും ഇല്ലേ? ഇവൾ ആരെന്ന ഇവിടെ ഭാവം? പനഡാഷ് മോള് ഇവിടെ ഞാൻ കൊല്ലട്ടിടി. നീയൊന്ന് അടങ്ങു കാവ്യേ, എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നു. അതിനിടയിലാ നിലയുടെ കണ്ണൊക്കെ ചുമന്ന് നിറഞ്ഞിരിക്കുന്ന കാവ്യ അപ്പോഴാണ് കാണുന്നത്. അവൾ വേഗം നിലയുടെ ടോപ്പ് ഒന്ന് പൊക്കി നോക്കി. നെഞ്ചിനും വയറിനിടയിൽ 1 ഇഞ്ച് വലുപ്പത്തിലൊരു മുറിവ്. അതിൽ ചെറിയ ബാൻഡേഡ് ഒട്ടിച്ചു വെച്ചേക്കുന്നു. അതിൽ ബ്ലഡ് കൂടി കലർന്നപ്പോൾ അതിന്റെ പശ പോയി ഇളകി തൂങ്ങിക്കിടക്കുകയാണ്. നിനക്ക് തലക്ക് സുഖമില്ലെന്നില്ല. മരുന്ന് പൊട്ടി ഒരാഴ്ച ഡ്രസ്സ് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഈ മുറിവിൽ നീ എന്തിനാ ഈ കുഞ്ഞ് ബാൻഡേഡ് ഒട്ടിച്ച്? കാവ്യ നിലയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അത് പിന്നെ രാവിലെ സമയം കിട്ടിയില്ല. എന്തായാലും ഇനി ലൊക്കേഷനിൽ പോയി ഡ്രസ്സ് വാങ്ങണല്ലോ, അപ്പൊ മുറിവ് ഡ്രസ്സ് ചെയ്യാന്ന് കരുതി. പക്ഷെ ആരാന്നറിയില്ലടി, ഞാൻ ബസ്സിൽ കയറുന്നതിന് എൻ്റെ വയറ്റിൽ അമർത്തി പിടിച്ചു. അപ്പോഴാണത് കാവ്യം ശ്രദ്ധിച്ച്. ശരിയാണല്ലോ, വിരലിന്റെ പാടുണ്ടല്ലോ. നീ കണ്ടില്ല ആരാണെന്ന്? ഏതൊരു ബോയി ആയിരുന്നു. പക്ഷെ വേദന കാരണം ഞാൻ ശ്രദ്ധിച്ചില്ല. ബോയിയോ? അതാരാ? കാവ്യ ബസ്സിൽ മൊത്തം നോക്കി. അശ്വിൻ്റെ അടുത്ത് ഒരുത്തിനെയും തങ്ങളെ നോക്കി ആകിച്ചിരിക്കുന്നവൾ കണ്ടു. ഡി, ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട മോനാണ് നോക്ക്. കാവ്യ പറഞ്ഞു. നില ഒന്ന് അങ്ങോട്ടേക്ക് നോക്കി. പക്ഷെ അവൾക്ക് ഓർമ്മ കിട്ടിയിരുന്നില്ല. മുമ്പൊരിക്കൽ അശ്വിനോടൊപ്പം ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടിട്ടുണ്ട് അയാള്. അശ്വിനോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ. ചിലപ്പോൾ അസിസ്റ്റന്റ് ഡിസൈനർ അറിയിക്കുമെന്ന് അവൾ ഓർത്തു. ട്രാവലർ വേഗത്തിൽ മാൻഷൻ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. എത്ര തവണയായി വിളിക്കുന്നടാ? ഒരാവശ്യത്തിന് വിളിച്ചാൽ നീ എവിടെ പോയി പോയതടാ? ശശിധരൻ ഫോണിലൂടെ മുരണ്ടു. എന്താളിയാ, ഞാനിവിടെ ആരുടെ കൂടെ എന്നാ? വീട്ടിൽ തന്നെയാ. ഈ മഴയത്ത് അങ്ങനെ ഒറ്റയ്ക്ക് മൂടിപ്പോച്ച് കിടന്ന് നിന്റെ പെങ്ങള് ഭദ്രയെ പറ്റി ഓർത്ത് കിടന്നുപോയി.
ദത്തന്റെ അട്ടഹാസം ഫോണിലൂടെ ശശിധരന്റെ ചെവിൽ തുളഞ്ഞേറി. പെണ്ണ് പിടിച്ച് നടന്നോ നീ? ഒരു കോള് വന്ന് വീണിട്ടുണ്ട്. ആ ബ്രോക്കർ വിളിച്ചിരുന്നു. അത് കേട്ടോ ദത്തൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നിന്നു. എന്താ തറവാട് വാങ്ങാനുള്ള ആരെങ്കിലും ഒത്തുകിട്ടിയോ? തറവാട് വിറ്റാൽ തനിക്ക് 10 പൈസയുടെ ലാഭത്തിൽ നിന്ന് കിട്ടില്ലെന്നറിയാം. പക്ഷെ പണത്തേക്കാൾ വിലമതിക്കുന്ന തന്റെ എക്കാലത്തെയും സ്വപ്നമാണ് ഭദ്ര. അവൾ തന്റേതാവും. നീലാംബരി മുകുന്ദന്റെ ആയി കഴിഞ്ഞാൽ ഭദ്രയെ നേരെ ഈ വീട്ടിലേക്ക് താൻ കൊണ്ടുവരും, എന്റെ ഭാര്യയായി. നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ തത്താ. അതിനുള്ള സമയമായിട്ടില്ല. ഇത് മറ്റൊരു കോളാ. മറ്റൊന്നോ? എന്താ അത്? എറണാകുളത്തുള്ള ഒരു ബ്രോക്കർ കമ്പനി ഒരു തറവാടും പരിസരവും അന്വേഷിക്കുന്നുണ്ട്, ഏതോ സിനിമാ പിടുത്തക്കാർക്ക് വേണ്ടി. ബ്രോക്കർ കമ്പനിയോ? അത് ഏത് കമ്പനി? ഒന്ന് തെളിച്ചു പറയാൻ്റെ അളിയോ? അത് പിന്നെ ഈ വസ്തുക്കളുടെ വിൽപ്പനയൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്? റിയൽ എസ്റ്റേറ്റ് എന്നാണോ ബ്രോക്കർ പറഞ്ഞ്? ദത്തൻ ചോദിച്ചു. അത് തന്നെ. പക്ഷെ എന്തോ കൂടെ പറഞ്ഞു, റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി അങ്ങനെ എന്തോ മറ്റോ ആണ് അയാൾ പറഞ്ഞ്. ശശിധരൻ കൊത്തിപ്പെറുക്കി. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി അതൊരു സ്ഥാപനമോ വ്യക്തിയൊക്കെ ആയിരിക്കും, സിറ്റിയിലൊക്കെയുള്ള. ആളെയും കാര്യം പറയാളിയാ? ദത്തൻ ചോദിക്കുമ്പോൾ ശശിധരൻ പറഞ്ഞു തുടങ്ങി. അത് പിന്നെ ഏതൊരു വമ്പൻ കമ്പനിക്കാർ ഒരു പഴയ തറവാട് വേണം പോലും. ഒരാഴ്ച എന്തോ പടം പിടിക്കാനോ പറ്റുമോ? കേരളത്തിൽ മൊത്തം അവർ അത്ര ഒരിട അരിച്ച് പെറുക്കുന്നുണ്ട് പോലും. അങ്ങനെയാ നീ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാരെ അവർ പഴയ തറവാട് കണ്ടുപിടിച്ച് കൊടുക്കാൻ ചുമതലപ്പെടുത്തിയത്. അവർക്കാകുമ്പോൾ വസ്തു വീട് അങ്ങനെയൊക്കെ നല്ല പരിചയം കാണുമല്ലോ. അതുകൊണ്ട് അവർ നമ്മുടെ ബ്രോക്കർ വാസു പിള്ളയെന്ന് വിളിച്ചു ചോദിച്ചു, ഒരു വലിയ തറവാട് തരപ്പെടുത്തി കൊടുക്കാമോ എന്ന്. അയാൾ എന്നോട് നമ്മുടെ തറവാട് ഒരാഴ്ചത്തേക്ക് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. കൊള്ളാം. ഇതാണ് ഒരു കോള് വന്ന് വീണിട്ടുണ്ടെന്ന് പറഞ്ഞ്. കാരണം ഈ കണ്ട സിനിമാ കമ്പനിക്കാർക്ക് ഷൂട്ടിങ്ങിന് എത്രയോ നല്ല കൊട്ടാരങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്. പിന്നെ ആ പഴയ തറവാട് എന്ത് കോപ്പുണ്ടാകാൻ അവർക്ക്? ചുമ്മാ ഓരോ വയ്യാവരികൾ. പോരാതിന് തറവാടിൻ്റെ മുക്കാലും അടഞ്ഞു കിടക്കുക. അതിങ്ങാനും ആരെങ്കിലും വന്ന് തുറന്നിട്ട് വേണം ഇനി വർത്തമാനയുടെ ദുർമരണം കൂടി നമ്മൾ കാണേണ്ടി വരാൻ. ദത്തൻ ശശിധരൻ പറഞ്ഞത് നല്ലപോലെ പൂച്ചിച്ചള്ളി. ദത്താ, ഞാനും ആദ്യം നീ പറഞ്ഞാ ചിന്തിച്ച്. പക്ഷെ അവർക്ക് കൊട്ടാരങ്ങളല്ലേ വേണ്ടത്. ഇതുവരെ ആരും കണ്ടിട്ടില്ല ആ തറവാട് വേണം പോലും. അതും ആൾ താമസം ഉള്ള പോലെ തന്നെ വേണമെന്ന്. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള തറവാടുകൾ എല്ലാ ഒട്ടുമിക്ക സിനിമകളിൽ ഉപയോഗപ്പെടുത്തുന്ന അയാൾ പറയുന്നത്. അതുകൊണ്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തന്നെ വേണത്രേ. എനിക്ക് ഈ സിനിമയും സിനിമാക്കാരെയൊന്നും അങ്ങനെ അറിയില്ല. പക്ഷേ അയാൾ അവസാനം പറഞ്ഞ കാര്യം ദത്താ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അളിയാ. എന്താ ഇത്രക്കും ഞെട്ടാൻ? ദത്തൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരാഴ്ചത്തേക്ക് അവർക്ക് തറവാട് വേണ്ട. ഒരു ദിവസം 5 ലക്ഷം തരും വാടകയായിട്ട്. പകരം അവർ ആവശ്യപ്പെടുന്ന നമ്മൾ സമ്മതിക്കണം. ഒരാഴ്ച കൊണ്ട് 30 ലക്ഷം രൂപ കൈ കിട്ടും. അത് മാത്രമല്ല, ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോൾ 2 ആഴ്ച ആവും. എങ്ങനെയുണ്ട്? ഹലോ ദത്താ, നീ ഇടിവെട്ടി ചത്തോ? ദത്താ അളിയോ, ഒന്നും നോക്കണ്ട. ഇനി വല്ല നീലചിത്രായാലും വേണ്ടില്ല, പൊളിച്ച് വിൽക്കായിട്ടേക്കുന്ന ഈ തറവാട് ഒരാഴ്ചത്തേക്ക് 30 ലക്ഷമോ? എനിക്ക് തലയുറ്റുന്ന അളിയാ. ഡേയ്, ഞാനിപ്പോൾ പറയുക, ഈ ഡീല് ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എന്നെ കൂടെ കൂട്ടിക്കൊള്ളണം. കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം എനിക്ക് തരണം. ഇല്ലേ ഞാനെല്ലാം അളിയൻ്റെ കിളവൻ തന്തയോട് പറഞ്ഞു കൊടുക്കും. അറിയാലോ എന്നെ. പണവും പെണ്ണും രണ്ടും എൻ്റെ വീക്ക്നെസ്സാ. ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ ചെയ്തിട്ടില്ല. ആർത്തിയോട് ദത്തം പറഞ്ഞു. വായിക്കരിടാൻ ഞാൻ എന്തെങ്കിലും തരാം, നീ കിടന്ന് പടക്കാതെ. ഇങ്ങനെയുണ്ട് ഒരു ആർത്തി. ഞാനെന്തായാലും ആ ബ്രോക്കർ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. എല്ലാ കാര്യവും വിശദമായിട്ട് അറിയണമല്ലോ. എന്നിട്ട് തീരുമാനം പറയാം. അല്ലേ വേണ്ട, നമുക്ക് നേരിട്ട് പോയിട്ട് അങ്ങ് സംസാരിച്ച് കളയാം. അല്ല, മൂടി പോച്ച് കിടന്നാൽ മതിയോ? വല്യമ്പൂരിപ്പോൾ വരും. നീ വരുന്നില്ല ഇങ്ങോട്ട്? എനിക്കെങ്ങും വയ്യ. അയാൾ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കുക. എനിക്ക് അയാളെ കാണുന്നതേ പേടിയാ. ആരെ പുതുതായിട്ട് കണ്ടാലും അങ്ങേർക്ക് അവിടെ നാളും ജനസമയം അറിയണം. എന്തിനാണെന്ന് ആർക്കറിയാം. ഇനി എങ്ങാനും ചാത്തന് പരി കൊടുക്കാനോ പറ്റാണെങ്കിലും ഈ 60-ആം വയസ്സിൽ വിട്ടുകൊണ്ട് ചാകാൻ എനിക്ക് വയ്യേ. ദത്തന പറഞ്ഞിൽ കാര്യമുണ്ടെന്ന് ശശിധരൻ തോന്നി. ഓരോ പുതിയ ആൾക്കാരെ കാണുമ്പോഴും കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം മുന്നിൽ വിളമ്പിയ പോലെ ആർത്തി അനിരുദ്ധം വലിയ നമ്പൂരിൽ താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു മനുഷ്യൻ. ഓഫീസിൽ നിന്ന് 1/2 മണിക്കൂർ സഞ്ചരിച്ചാണ് ട്രാവലർ മാൻഷനിലെത്തിയത്. അല്പസമയം മുന്നേ പെയ്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി. ദൂരെയായി കാണുന്ന പടുകൂറ്റ ഇരുനില ബംഗ്ലാവ് ട്രാവലറിന്റെ വിൻഡോ വഴി അമ്പരപ്പോടെ എല്ലാവരും നോക്കിക്കണ്ടു. വേദന കാരണം നീലാംബരി അല്പം മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്നപ്പോൾ കാവ്യയുടെ ബുൾസൈ കണ്ണ് കണ്ട് നിലയൊന്ന് പകച്ചു. നോക്കുമ്പോൾ കാവ്യക്ക് മാത്രമല്ല, കുറച്ചു പേരൊഴികെ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങനെ തന്നെയാണ്. അവർ നോക്കുന്നിടത്തേക്ക് അവളും നോക്കി. മഴ പെയ്തു തോന്നുന്ന നനുത്ത അന്തരീക്ഷത്തിൽ പൈൻമരങ്ങൾ പാത തീർത്തതിന്റെ അവസാനം വെണ്ണക്കല്ലിൽ തീർത്ത പോലൊരു കൂറ്റൻ മണിമാളിക. ഉയരം കുറഞ്ഞ മതിലിന് മുമ്പിൽ കൂറ്റൻ ഗേറ്റ്. അതിന്റെ സൈഡിലെ നെയിം ബോർഡിൽ അവിടെ കണ്ണുകളൊന്നും ഉടക്കി. നാദ് ബംഗ്ലാ. ഒരു നനുത്ത തെന്നൽ അവളെ തഴുകി കടന്നുപോയതും അവൾക്ക് മാത്രം അനുഭവപ്പെടാറുള്ള ആ സുഗന്ധവും അവളെ പുൽകിയിരുന്നു. ശ്വാസം ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് അവൾ ഒരു മായാലോകത്തിലെന്ന പോലെ നിമിഷങ്ങളോളം അങ്ങനെ തന്നെ ഇരുന്നു പോയി. തന്റെ പ്രിയപ്പെട്ടതെന്തോ ആ മാളികയിലേക്ക് തന്നെ മാടി വിളിക്കുന്ന പോലെ. ട്രാവലിൽ നിന്നും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റിനകത്തേക്ക് വാഹനം കയറ്റാനുള്ള പെർമിഷൻ മാൻഷനിലെ മാനേജർ അശോകൻ നൽകിയിരുന്നില്ല. എല്ലാവരും ആകെ വണ്ടറടിച്ച് നിൽക്കുകയാണ്.
എത്രയും പെട്ടെന്ന് ഗേറ്റ് അടന്ന് തൊട്ടുമുന്നിൽ കാണുന്ന മായിക ലോകത്തേക്ക് പ്രവേശിക്കാനും അവിടെയുള്ള വിസ്മയങ്ങൾ കാണാനും എല്ലാവരിലും തിടുക്കമായി. കാവ്യ അപ്പോഴും അന്തം വിട്ട് പണ്ടാറടങ്ങി നിൽപ്പാണ്. കാവ്യയുടെ മനസ്സിലേക്ക് കിരണിന്റെ രൂപമാണ് കടന്നു വന്നത്. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന ഒരാളെന്ന ഭാവം ഒരിക്കൽ പോലും കിരൺ തങ്ങളോട് കാണിച്ചിട്ടില്ല. വെറും ഒരു സാധാരണക്കാരൻ എന്ന പോലെയാണ് എപ്പോഴും പെരുമാറാറുള്ളത്. അന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയതും തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സ്വീറ്റ്സും സ്നാക്സും വാങ്ങി തന്നൊക്കെ അവൾ ഓർത്തുപോയി. എന്താ പിള്ളേരെ ഇങ്ങനെ വായും തുറന്ന് നിൽക്കുന്നു? എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ടില്ലേ? നിങ്ങൾക്കിനി താലപ്പൊലി ഘോഷയാത്ര ഏർപ്പാടാക്കണോ? വായും തുറന്നു നിൽക്കുന്ന കാവ്യയും സ്വപ്നം കണ്ടു നിൽക്കുന്ന നിലയും നോക്കി വിക്രം ചോദിച്ചു. ആ മാനേജർ അശോകനൊരു മുരടനാ. അയാളെങ്ങാനും വന്ന് ഗേറ്റ് അടക്കുമ്പോൾ കയറി വാ മക്കളെ. എന്താ ഇത്ര ആലോചിക്കാം? വിക്രം വീണ്ടും പറഞ്ഞു. ഈ വീട് കണ്ടിട്ട് തിന്നുപോയതാ വിക്രം. ഞാൻ പെട്ടെന്ന് കിരണിനെ പറ്റി ആലോചിച്ചു പോയി. ഇത്രയും വലിയ വീട്ടിലാണെന്നൊരു ഭാവമില്ലാത്ത ഒരാളാണല്ലേ നമ്മുടെ കിരൺ. കാവ്യ മനസ്സിൽ തോന്നി. അതുപോലെ വിക്രമിനോട് പറയുമ്പോൾ ഒരു ചിരിയോടെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ട് വിക്രം പറഞ്ഞു. കാവ്യ പറഞ്ഞ ശരിയാ. എനിക്ക് പണ്ട് മുതൽ ഇവിടെ എല്ലാവരും അറിയാം. ശിവനാഥ് സാറിന്റെ കൂടെ ഞാൻ കൂടിയിട്ട് കുറെ കൊല്ലമായല്ലോ. കിരൺ സാറും ജാൻ സാറൊക്കെ അന്ന് ചെറുപ്പാ. അവർ പഠിച്ചും കൂടുതൽ സമയം ചെലവിട്ടൊക്കെ അങ്ങ് അമേരിക്കയില്ല. അവരൊന്നും കാണാൻ കൂടി കിട്ടാറില്ലായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോഴും പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഓരോ യാത്രകളായിരിക്കും അവര്. ഫാമിലി ഫംഗ്ഷൻസ് വന്നാലും ബിസിനസ് മീറ്റ് വന്നാലും ഒന്നും രണ്ടാളും പങ്കെടുക്കാറില്ല. അന്ന് ശിവനാഥ് സാർ പറയായിരുന്നു പിള്ളേരെ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള സമയമായെന്ന്. ശരിക്കും കിരൺ സാറിന് ഇപ്പോഴും ഈ ബിസിനസ്സിനോട് ഒരു താല്പര്യവും ഇല്ല. അതിനെന്താ, അതിനു വേണ്ടി വെയിറ്റ് ഇട്ടിറക്കുന്ന ഒരാളുണ്ടല്ലോ. ഈ കൊട്ടാരമ്പോഴുള്ള വീട് നമ്മുടെ ഓഫീസിലെല്ലാം തലയിൽ ചുമന്നിറക്കുന്ന ഭാവമുഖത്ത്. കാവ്യ പറഞ്ഞാൽ കിരണേട്ടനെ നല്ല മനസ്സൊന്നും പുള്ളിക്കില്ല. എന്തൊരു ജാട എപ്പോഴും. നീലാംബരി ചുണ്ടൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. അവള് തുടങ്ങിയല്ലോ. എനിക്കിത് എന്തിന്റെ കേടാന്നില്ല. ജാനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് ഉറക്കം വരില്ലേ? ഇത് ഓഫീസല്ല, പുള്ളിക്കാരൻ്റെ വീടാ. ആ ബോധെങ്കിലും നീ കാണിക്ക്. വിക്രമിന് ഓർമ്മയില്ലേ അത് നമ്മളെല്ലാവരും ഇന്നപ്പോൾ ജാനെ വല്ലാണ്ട് പൊഴുത്തി അന്ന് കഷ്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട്? കാവ്യ പല്ലെറിമിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഓർമ്മയില്ലാതെ? അന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നില്ലേ. അന്ന് ജാൻ സാർ വന്ന് നെഞ്ചത്ത് കയ്യും പണച്ചിട്ട് ആ ചുമരിൽ ചാരി നോക്കിയ നോട്ടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. കാര്യം എന്നെ വെച്ച് നോക്കുമ്പോൾ അവർ പയ്യന്മാരൊക്കെ തന്നെയാ. 28 29 വയസ്സേ രണ്ടാൾക്കുള്ളൂ. പക്ഷെ എന്നെക്കാളൊക്കെ പഠിപ്പും ഇവരെ ലോകപരിചയമൊക്കെ ഉള്ളവരാ. അതിൻ്റെതായ ബഹുമാനം നമ്മൾ കീഴുദ്യോഗസ്ഥർ അവർക്ക് കൊടുത്തേ മതിയാവും. ഞങ്ങളുടെ പണ്ടത്തെ ബുദ്ധിയൊന്നും ഇപ്പോൾ ബിസിനസ്സിൽ വരപ്പോവില്ല. അതുകൊണ്ടാ ശിവനാഥ് സാർ ആയുധം വെച്ച് കീഴടങ്ങിയ പോലും. അത്രയും പറഞ്ഞ് വിക്രം നീലാംബരിക്ക് നേരെ തിരിഞ്ഞു. നീല, നീ പറഞ്ഞ പോലെ ഇത്രയും വലിയ വീടുണ്ടെന്നോ പണമുണ്ടെന്നോ അങ്ങനെയുള്ള ഭാവം നല്ല ജാൻ സാറിനുള്ളത്. പണ്ട് മുതലേ ജാൻ സാർ ഇങ്ങനെ തന്നെയാ. പുള്ളിക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമല്ല കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെയാ, മിസ്റ്റർ നാഥിമേനോന്റെ ആരെയും കൂസാത്ത സ്വഭാവം. അദ്ദേഹത്തെ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാണരുന്നത് സുന്ദരനായിരുന്നോ? സൂക്ഷിച്ചു നോക്കിയാൽ ജാൻ സാറിന് നേരിയ സാമീപ്യമുള്ളൂ. പക്ഷേ ജാൻ സാറിൻ്റെ ആ നോട്ടവും ഭാവവും സ്വഭാവമൊക്കെ നാഥ് സാറിനെ പറിച്ചു വെച്ചേക്കുക. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലെന്ന് വേണം പറയാൻ. ഇനി സംസാരിച്ചെന്നാലേ സമയം പോകും. എനിക്ക് നിങ്ങളെല്ലാവരും ഇവിടെ ആക്കി തിരികെ ഓഫീസിൽ പോകാനുള്ളതാ. വിക്രം പറഞ്ഞു നിർത്തി. അയ്യോ, അപ്പൊ വിക്രം സാർ ഇവിടെ കാണില്ലേ? ആ കീർത്തനയുടെ കയ്യിൽ ഞങ്ങളെ കൊല്ലേൽപ്പിച്ചിട്ട് പോവുകയാണോ? അതും ഇത് ഓഫീസ് പോലും അല്ല. നീലാംബരി ടെൻഷനോടെ പറഞ്ഞു. വായാടി മറിയത്തിന് പേടിയുണ്ടോ? ഇവിടെ കീർത്തനയുടെ കളിയും നടക്കില്ല നിലക്കൊച്ചേ. ഇത് സ്ഥലം വേറെയാ. അത് താമസിയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കിരൺ ചേട്ടനുണ്ടല്ലോ, മച്ചാന പോരാളിയാ. വിക്രം തമാശ കണക്കെ പറഞ്ഞു നിർത്തി. അത് മനസ്സിലായി. ട്രാക്കിളക്കോട്ടയല്ലേ, കുറെ വാവലുകൾ അത്ത് കാണാതിരിക്കില്ല. ആ വടയക്ഷി കീർത്തനയായിരുന്നു ഇവിടുത്തെ മുൻ മാനേജർ. ഇപ്പോൾ അവിടെ ഈനാമ്പേശി അങ്കിളാണ് പോലും. നീലാംബരിയുടെ പരിസരം നോക്കാതെയുള്ള പറച്ചിൽ കേട്ട് വിക്രമും കാവ്യയും മുഖത്തോട് മുഖം നോക്കി കണ്ണുമിഴിച്ചു പോയി. എന്റെ പൊന്ന് നീലാംബരി, ഞാൻ ആദ്യം ഇവിടെ നിന്ന് പോയിക്കോട്ടെ. എന്നിട്ട് നിനക്ക് വായി തോന്നുന്ന എന്താന്ന് വെച്ചാൽ നീ വിളിച്ചു പറഞ്ഞു. പുതിയ കാലത്ത് EMI ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. എന്നെ ജോലി കളയിക്കരുത്. വിക്രം തൊഴുതു പറയുന്ന കാണെ അവൾ നല്ലപോലെ നിളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ എന്താണെന്ന് അറിയില്ല വിക്രം സാർ. ചുമ്മാ ഓരോന്നങ്ങ് വരുവായിന്ന്. നല്ല 10 പെട കിട്ടാത്തതിൻ്റെയാ നിനക്ക്. താമസിയാതെ ഇവിടുന്ന് കിട്ടും. കട്ടിൽ നിന്ന് വീണ് ചുണ്ടും നെറ്റിയും വയറും വരെ കുത്തി കയറി. എന്നാൽ ആ നാവിന് മാത്രമേ കുഴപ്പമില്ല. അത് മിക്കവാറും നിന്റെ ട്രാക്കിൽ തന്നെ തുന്നി കെട്ടും. കാവ്യ പറഞ്ഞു കഴിഞ്ഞാണ് മറ്റൊരു കാര്യം ഓർത്ത്. വെയിറ്റ്, അപ്പോ ആ ട്രാക്കുളയാണോ ഈ ട്രാക്കുള? യു മീൻ അല്ല, ഐ മീൻ. നീലാംബരി കാണാറുള്ള പകൽ സ്വപ്നത്തിലെ ട്രാക്കുളയെ ഓർത്താണ് കാവ്യ ഓരോന്ന് പറയുന്നത്. പക്ഷെ വാക്കുകൾ കിട്ടുന്നില്ല. നിലവേഗം കാവ്യയുടെ വായുപൊത്തി വിക്രമി നോക്കി പറഞ്ഞു. പാവം വയ്യാത്ത കുട്ടിയാ, എൻ്റെ ഒപ്പം കട്ടിലേന്ന് വീണി ഏതാണ്ടൊക്കെ നട്ടപാട്ട് ഊരി തെറിച്ചു. ഇതാ അതിൻ്റെയാ. വാ വിക്രം സാർ, നമുക്ക് പോവാം. പറയുന്നതിനൊപ്പം നില കാവ്യ നോക്കി കണ്ണുരുട്ടി. കാവ്യ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവർ മുന്നോട്ട് നടന്നു. ചുറ്റിനും വല്ലാത്ത ഭംഗിയാണ്. ഏതോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിൽക്കുന്ന ഒരു ഫീല്. ഗേറ്റ് കടന്നപ്പോൾ വലതുവശത്ത് ദൂരെയായി കാർ പോർച്ചും അവിടേക്ക് പോകുന്ന വീതിയുള്ള ഇന്റർലോക്ക് പാതയും പോർച്ചിൽ കിടക്കുന്ന വിവിധതരം ആഡംബര കാറുകൾ. അതിൽ നീലാംബരിയാന്ന് കിരൺ ഇടിച്ചിട്ട ബെൻസും ഉണ്ടായിരുന്നു. ആളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവർ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. ഫ്രണ്ട് യാർഡിലെ മനോഹരമായ സ്റ്റോൺ പാത്വേയിലൂടെ നടന്നു പോകുമ്പോൾ മുറ്റം നിറയെ പച്ചപ്പരവതാനി വിരിച്ച പോലെയായിരുന്നു.
ഇടയിൽ മനോഹരമായി പൂത്തു നിൽക്കുന്ന റെഡ് റോസും പനീർ റോസും ഒക്കെ കൂടാതെ വിവിധ ഇമ്പോർട്ടഡ് ഫ്ലവർ പാൻസും ഭംഗിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഗാർഡൻ പണിക്കാരെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ട് ചെടികൾ നനയ്ക്കുകയാണ്. നീലാംബരി കാവ്യയുടെ കയ്യിൽ കൈ ചുറ്റി അങ്ങനെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് വയറിലെ മുറിവിൽ അസഹനീയമായ വേദനയുണ്ടായിരുന്നു. എങ്കിലും മുന്നിൽ കാണുന്ന കാഴ്ചയിൽ എല്ലാം മറന്ന് അവൾ അലിഞ്ഞു ചേർന്നു. പൂക്കൾ പൊട്ടിച്ചെടുക്കുക എന്ന നീലാംബരിയുടെ പ്രധാന ഹോബിയാണ്. ഒരു റെഡ് റോസ് ഫ്ലവറിന് നേരെ അവിടെ കൈ നീണ്ടതും കാവ്യ അപ്പോൾ തന്നെ ആ കൈ തട്ടിമാറ്റിയിരുന്നു. കാവ്യെ നോക്കി ചിണുങ്ങിക്കൊണ്ട് അവൾ തന്നെ തറവാട്ടിലെ സർപ്പക്കാവ് ഒരു നിമിഷം ഓർത്തുപോയി. അവിടുത്തെ പൂക്കളുടെ വാസനയൊന്നും എന്തായാലും ഇവിടുത്തെ പൂക്കളിൽ ഉണ്ടാവില്ല. തറവാട്ടിലുള്ളപ്പോൾ പൂക്കൾ ശേഖരിച്ചും അവയുടെ വാസന ആസ്വദിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന പതിവാണ്. രാത്രി കിടക്കാൻ നേരം കട്ടിൽ വീഴുന്ന പാതി വിരിഞ്ഞ കുടമുള്ള പൂക്കളും നീലാംബരി പൂവും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. എല്ലാവരും മാൻഷന്റെ പുറത്തായി ഒത്തുകൂടി. ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. മാൻഷനുള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്നും അത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമെന്ന് മാനേജർ അശോകൻ വിക്രമിനോട് പറയുന്നുണ്ട്. കീർത്തന അശോകന്റെ കയ്യിൽ തൂങ്ങി അധികാരഭാവത്തിൽ അങ്ങനെ നിന്നു. ലൂക്ക കയ്യിൽ വലിയൊരു ഫയലുമായി ഡിസൈനർമാരുടെ എന്തോ ചർച്ചയിലാണ്. നീലാംബരി കയ്യിൽ കെട്ടിയിരിക്കുന്ന വാശിയിലേക്ക് നോക്കി. സമയം 8:30 ഉള്ളൂ. നേരത്തെ എത്തേണ്ടതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് ഇരുവരും ഓഫീസിലെത്തിയത്. നീലാംബരിക്ക് ദേഹം തളരും പോലെ തോന്നി. ഫുഡ് കഴിക്കാതെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മെഡിസിൻ എടുത്ത് വിഴുങ്ങിയത്. അത് കഴിക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നാറുണ്ട്. കുറേ നേരമായി നിൽക്കുന്നു. മുറിവിൽ നിന്ന് അപ്പോഴും ചോര ചെറുതായി പൊടിയുന്നുണ്ട്. കാവ്യയുടെ തോളിലേക്ക് അവൾ തലയാഴ്ച കണ്ണുകളടച്ച് നിന്നു. പെട്ടെന്നാണ് മാൻഷന്റെ ഡോർ തുറക്കപ്പെട്ടത്. എല്ലാവരും അവിടേക്ക് ഉറ്റുനോക്കി. ശിവനാഥ് മേനോനും ജയചന്ദ്ര മേനോനും കനകലതയും അവിടേക്ക് ഇറങ്ങി വന്നു. ശിവനാഥ് മേനോനെ നോക്കി എല്ലാവരും ചിരിക്കുകയും വിഷയുകയും ചെയ്തു. ഉടൻ തന്നെ വിക്രമും മാനേജർ അശോകിനൊപ്പം കീർത്തനെ അവർക്കരികിലേക്ക് പോയി. കീർത്തനയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റിയ അവസരമായിരുന്നു. ഒരുതരം അഹങ്കാരത്തോടെ അവൾ എല്ലാവർക്കും മുന്നിൽ ഞെളിഞ്ഞു നിന്നു. ശിവനാഥ് എല്ലാവരെയും നോക്കി ഭക്ഷണം കഴിച്ചോ എന്നും മറ്റും അന്വേഷിച്ചു. അപ്പോഴാണ് സീറ്റോണ്ട് പുറത്ത് മറ്റുള്ളവരുടെ പുറകിൽ തൂങ്ങിൽ ചാരിക്കുന്ന കാവ്യയും അവളുടെ തോളിൽ ചാരിക്കുന്ന നീലാംബരിയും ശിവനാഥ് മേനോൻ കണ്ടത്. നീലാംബരി ശരിക്കും ആരെയും കണ്ടിരുന്നില്ല. അവൾ കണ്ണുകളടച്ച് അങ്ങനെ തന്നെ നിൽപ്പാണ്. ഇരുവരെയും കണ്ട ശിവനാഥ് മേനോൻ ജയചന്ദ്രനോട് കനകത്തിനോടുമായി പതിയെ പറഞ്ഞു, ദോ അങ്ങോട്ട് നോക്ക്, ആ നിൽക്കുന്ന മറ്റേ കൊച്ചി കിരൺ പറയാറില്ല. ഇപ്പൊ നോക്കണ്ട, പിന്നെ നോക്കിയാ മതി. ശിവനാഥ് പറയേണ്ട താമസം. കനകൻ തലയുയർത്തി കൈ കണ്ണിന് മുകളിൽ വെച്ച് കൂർപ്പിച്ച് അവിടേക്ക് നോക്കി. ഓ ഈ തള്ള, എന്റെ പൊന്ന് ശ്രീരാമേ, ഇപ്പൊ നോക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലേ. അതിന് നമ്മൾ അവളെ നോക്കുന്ന അവള് കണ്ടില്ലല്ലോടാ. അതിലേതാടാ കൊച്ച്? തൂണി ചാരി നിൽക്കുന്നതോ അതിനെ ചാരി നിൽക്കുന്നതോ? അല്പുച്ഛത്തിലാണ് കനക അത് പറഞ്ഞത്. എന്റെ കനകം, നീ എല്ലാം കൊളാക്കൂ. നമ്മളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കോ. എന്റെ ശിവ, നിനക്കിത് എന്തിന്റെ കേടാ? ഇപ്പൊ തന്നെ ഇവളെ കാണിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ നിനക്ക്? ജയേന്ദ്ര ശിവനാഥിനോടായി പറയുന്നതിനോടൊപ്പം കനകത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കാനും മറന്നില്ല. അത് പിന്നെ ശ്രീടച്ച ഇപ്പൊ പറഞ്ഞില്ല, ഇവരിത് എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ഏതാ കുട്ടിന്ന്. ഇന്നലെ കിരൺ നിങ്ങളോടൊക്കെ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞ മുതൽ അവളെ കാണാൻ കാത്തിരിക്കുക അമ്മ. നമ്മുടെ ഹീറോ രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങിന് പോയിട്ടുണ്ട്. അവന്റെ മുന്നിൽ വെച്ചെങ്ങാനും ചോദിച്ചാൽ പിന്നെ എല്ലാം ശുഭം. ശിവനാഥ് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി ദൈവത്തെ വിളിക്കും പോലെ പറഞ്ഞു നിർത്തി. അതിന് നിങ്ങൾ ഇന്നലെ പാതിരാത്രിയല്ലേ ട്രിവാൻഡ്രത്തുനിന്ന് എത്തിയത്? എന്നിട്ട് അവൻ രാവിലെ ഈ തണുപ്പത്തും മഴയത്ത് തന്നെ പോയ ജോഗിങ്ങിന്? ജയേന്ദ്രൻ അതിശയത്തോടെ ചോദിച്ചു. അവന് മഞ്ഞും മഴയും തണുപ്പൊന്നൊരു പ്രശ്നമല്ല. അവന്റെ ശരീരം മാത്രമാണ് വലുത്. അതങ്ങനെ ഒരു സാധനം. ശിവനാഥ് പതിയെ പറയുമ്പോൾ അത് കേൾക്കാനെന്നവണ കനകയോട് കുറച്ചുകൂടി അടുത്തേക്ക് നിന്നു. ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. അമ്മായിയപ്പനും മരുമോനും എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായി കുനുകുനാന്ന് പറയുന്നു? ഏതാ കൊച്ച്? ആദ്യം അത് പറ. അപ്പോഴത്തേക്കും കനകത്തിന്റെ ക്ഷമ നശിച്ചിരുന്നു. കനകം, ആ തൂണിൽ ചാരി നിൽക്കുന്ന കുട്ടിയുടെ തോളി ചാരി കിടക്കുന്ന കൊച്ചാ. ജയേന്ദ്രൻ റൂഫിൽ കഴിച്ചു കൂടിയാണത് പറഞ്ഞെങ്കിലും കണ്ണറിയാതെ നീലാംബരിയിലേക്ക് തന്നെ പോയി. മോഹൻ ശരിക്കും കാണുന്നില്ലല്ലോ മനുഷ്യ. ആ കൊച്ചെന്താ ഉറങ്ങിയാണോ? നിങ്ങൾ കണ്ടായിരുന്നോ? എവിടെ? ഞാൻ കണ്ടില്ല. അയാൾ ഇല്ലെന്നർത്ഥത്തിൽ ചുമൽ കൂച്ചി. ഞാൻ ബോധം കെട്ട പോലെ ഇവിടെ അങ്ങ് വീഴട്ടെ. അപ്പോഴെങ്ങാനും ആ കൊച്ചു മുഖമുയർത്ത് നോക്കിയാലോ? എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? പക്ഷെ നിങ്ങൾ പിടിച്ചോളണം. നിരത്തി വീണ എൻ്റെ കാലോ കയ്യെങ്ങാനും ഒടിഞ്ഞാലോ? വീഴട്ടെ. കനകം പ്രതീക്ഷയോടെ ജയേന്ദ്രനെ നോക്കി. വലിയ ഐഡിയ ആയി പോയി. ഈ ഷൂട്ടെങ്ങാനും മുടങ്ങിയാൽ നിന്റെ കയ്യും കാലും ഉണ്ണിക്കുട്ടൻ തന്നെ തല്ലി ഒടിച്ചോളും. അവിടെ ഒരു ഐഡിയ. പൊന്നമ്മേ, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. നിങ്ങൾ ഇനി നാളെ ഉപയോഗപ്പെടുത്താം. ദയവ് ഇതിന് വായ തുറക്കരുത്. ശിവനാഥ് കനകത്തെ നോക്കി കൈകൂപ്പി. എല്ലാവരും തന്നെ തന്നെ നോക്കി എന്തോ പറയുന്ന കണ്ട് കാവ്യൊന്ന് പരിങ്ങി. എനിക്ക് ഇരണും താനുമായിട്ട് അടിപിടി കൂടുന്നെങ്ങനെ ആ നല്ല മോൻ പോയി കംപ്ലൈന്റ് ചെയ്ത് കാണോ? ഏയ്, അങ്ങനെയാവില്ല. പിന്നെ എന്താവും? ഇനി ഞാൻ ഈ ചാരി നിൽക്കണ തൂണ് വല്ല സ്വർണ്ണോ മറ്റോ കൊണ്ട് ഉണ്ടാക്കിയതാണോ? തൂണും ചാരി അവൾ തൂണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ. അവൾ കൈ പുറകിലേക്കിട്ട് ചാരിന്ന തൂണിലൊന്ന് ചുരണ്ടി നോക്കി. ഇല്ല, ഒന്നും ഇളകി വരുന്നില്ല. പെട്ടെന്നാണ് അകത്തുനിന്ന് എടുത്തിയാടും പോലെ കിരൺ പുറത്തേക്ക് വന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.